ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുള്ള കുറേ അധികം പ്രദേശങ്ങളെ ബംഗ്ലാദേശ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് യൂനിസ് സർക്കാർ വീണ്ടും പ്രകോപനത്തിനിറങ്ങുന്നു. അതായത് ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമാണ്. ഈ മേഖലയിലേക്ക് കടന്നു കയറുക ബംഗ്ലാദേശ് ഏറെക്കാലമായി ലക്ഷ്യമിടുന്നതാണ്. കാരണം അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ തീവ്ര മുസ്ലിം സംഘടനകളുടെ ഒരു നീക്കം എന്ന് പറയുന്നത് ഗ്രേറ്റർ ബംഗ്ലാദേശാണ്. അതിനു വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കിയിട്ട് ആർട്ട് ഓഫ് ട്രയാംഫ് എന്ന് പറഞ്ഞ ഒരു കലാസൃഷ്ടി എന്ന രീതിയിൽ ഒരു ബുക്ക് പ്രകാശിപ്പിക്കുന്നു, അല്ലെ പ്രസിദ്ധീകരിക്കുന്നു. എന്നിട്ട് ഈ ബുക്ക് അവിടേക്ക് സന്ദർശനം നടത്തുന്ന പാകിസ്ഥാൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് സമ്മാനിക്കുന്നു. ഇത്തരം ഒരു സമ്മാനം എന്ന് പറയുന്നത് ഒട്ടും ഗൗരവം കുറച്ച് കാണേണ്ട കാര്യമല്ല. കാരണം ഇന്ത്യൻ ഇൻ്റലിജൻസ് പറയുന്നത് ഇത് വെറും ഒരു നയതന്ത്ര സമ്മാനമൊന്നുമല്ല, ഇത് ഇന്ത്യയെ പ്രകോപിക്കാനുള്ള ഒരു നീക്കമാണ്. കാരണം ഈ 7 വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അധിപൻ തങ്ങളാണ്, ബംഗ്ലാദേശാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല, ഈ മുഹമ്മദ് യൂനിസ് ചൈനയിൽ സന്ദർശനം നടത്തിയപ്പോഴും പറയുന്നു കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഇവർക്കുള്ള സമുദ്ര മേഖല അല്ലെ സമുദ്രപാത എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. അതുകൊണ്ട് സമുദ്രത്തിൻ്റെ കാവൽക്കാർ ഞങ്ങളായതിനാൽ ഈ പ്രദേശം ഞങ്ങൾ പിടിക്കും, നിങ്ങളൊന്ന് സഹായിച്ചാൽ മതി. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ അന്ന് മഞ്ഞുരുക്കൽ നടക്കുന്നതിൻ്റെ സമയമായതുകൊണ്ട് ചൈന അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ മേഖലയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കുന്നു. ഇത് തീവ്ര ഇസ്ലാം ഗ്രൂപ്പുകളുടെ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിനെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡത തകർക്കാനായിട്ട് ബംഗ്ലാദേശ് വീണ്ടും ലക്ഷ്യമിടുന്നു. കൂടാതെ 1971 പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പഴയ മുറിവുകൾ ഉണർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാർ, അങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചില നീക്കങ്ങൾ നടത്തണം, ഇതാണ് ലക്ഷ്യമിടുന്നത്. കാരണം പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന നിരവധി ഇസ്ലാമിക NGOകൾ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇസ്ലാമിക NGOകൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹോദര സ്ഥാപനം എന്ന് പറയാം. ഇവരിപ്പോൾ ലക്ഷ്യമിടുന്നത് മിസോറാം വഴി അല്ലെങ്കിൽ ആസാം വഴിയൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടോ, ത്രിപുര വഴി കയറാൻ പറ്റുമോ, ഇതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു. ഒപ്പം തന്നെ നമ്മൾ ബംഗ്ലാദേശിന് നേരത്തെ ഒരു പണി കൊടുത്തിരുന്നു. കാരണം നമ്മുടെ അയൽരാജ്യമായ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ട്രേഡ് നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന പാത, ഇന്ത്യയിൽ കൂടെയുള്ള പാതയാണ്. അതിന് നമ്മളങ്ങ് നിരോധനം ഏർപ്പെടുത്തി. അതായത് ട്രാൻസ്ഷിപ്മെൻറ്റ് കരാർ തന്നെ റദ്ദാക്കി. ഇവർക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗിഫ്റ്റ് വിവാദ സമ്മാനമായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ധാക്കയിലെ ഈ പറയുന്ന ഒരു നീക്കം അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെൻറ് പാകിസ്ഥാൻ ആർമിയുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ഷേഖ് ഹസീന സർക്കാരിൻ്റെ കാലത്ത് പാകിസ്ഥാൻ ഭരണകൂടത്തെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുക പോലുമില്ല. അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം നടത്തുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള നീക്കം നടത്തുന്നതിനിടയിൽ തന്നെ ബംഗ്ലാദേശ് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു. അതായത് വിവാദ ഇസ്ലാമിക പ്രഭാഷകനും പിടികിട്ടാപ്പുള്ളിയുമായ സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടികൾക്ക് ബംഗ്ലാദേശ് ഗവൺമെൻറ് ഔദ്യോഗികമായ അംഗീകാരം നൽകി. സർക്കാർ ഉദ്യോഗസ്ഥർ അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് സംഘാടകർ പറയുന്നത്. നവംബർ 28 മുതൽ ഡിസംബർ 20 വരെയുള്ള കാലയളവിൽ ബംഗ്ലാദേശിൻ്റെ വിവിധ മേഖലകളിൽ സാക്കിർ നായിക്ക് സന്ദർശനം നടത്തും. വിവിധ പ്രസംഗങ്ങളിൽ, അതായത് വിവിധ സംഘടനകൾ നടത്തുന്ന പ്രസംഗ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അപ്പം അത്തരമൊരു നീക്കം നടത്തുന്നതിനെ ബംഗ്ലാദേശ് വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നുണ്ട്. കാരണം 2016 കാലഘട്ടത്തിൽ ധാക്കയിലെ ഹോളി ആർട്ടിസാൻസ് ബേക്കറിയിൽ ഒരു വലിയ സ്ഫോടനം നടന്നു. അതിൽ 20 പേര് കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. തുടർന്ന് ബംഗ്ലാദേശ് ഭരണകൂടം അന്വേഷണമൊക്കെ നടത്തി 2-3 പേരെ പിടികൂടി. അതിൽ ഒരാൾ പറഞ്ഞത്, ഞാൻ സാക്കിർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിലുള്ള സ്ഫോടനം നടത്തിയതാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകണ്ടാണ് എന്നിൽ ഭീകരവാദ തീവ്രവാദ നിലപാടുകൾ വളർന്നതെന്ന് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതോടുകൂടി സാക്കിർ നായിക്കിന് അവിടെ യാത്രാ നിരോധനം ഷേഖ് ഹസീന സർക്കാർ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ സമ്മർദ്ദപ്രകാരം ഇതേ സാക്കിർ നായിക്കിനെ
ചുവന്ന പരവതാനി വിരിച്ച് ബംഗ്ലാദേശ് സ്വീകരിക്കാൻ പോകുന്നു. കൃത്യം 1 വർഷം മുമ്പ് പാകിസ്ഥാനിലേക്കും ഇയാളെ ഇതുപോലെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഇയാൾക്കെതിരെ നിരവധി കുറ്റങ്ങൾ നമ്മൾ ചുമത്തിയിട്ടുണ്ട്. ഇപ്പം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമപ്രകാരം, ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം NIA ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിടികിട്ടാപ്പുള്ളിയാണ്. പക്ഷേ ഇയാൾ 2016 നേരെ മലേഷ്യയിലേക്ക് കടക്കുന്നു. നമ്മൾ മലേഷ്യൻ സർക്കാരുമായിട്ട് പല തവണ ചർച്ച നടത്തി, ഇയാളെ വിട്ടുതരണം, നമ്മളുടെ ഇവിടെ ഒരുപാട് കേസുകളുള്ളതാണ്, ഇയാൾ വിവാദപരമായ പ്രസംഗങ്ങൾ നടത്തി മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നയാളാണ്. പക്ഷേ മലേഷ്യ ഇയാളെ വിട്ടുതരാൻ തയ്യാറായിട്ടില്ല. അതിനിടയിൽ പാകിസ്ഥാനിൽ ഇയാൾ സന്ദർശനം നടത്തിയ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അന്ന് സന്ദർശനം നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വമ്പൻ സ്വീകരണമാണ് സാക്കിർ നായിക്കിന് നൽകിയത്. മാത്രമല്ല, ഇയാൾ അവിടെ നിരവധി പ്രസംഗങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം ലഷ്കർ-ഇ-തൊയ്ബയുടെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമല്ല, ആ ചിത്രങ്ങൾ ഇയാളുടെ സൈറ്റിലൂടെ അല്ലെ എക്സിലൂടെയൊക്കെ തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള നീക്കം നടത്തുന്ന സാക്കിർ നായിക്കിനെ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ ആ സർക്കാരിന്, ഈ മുഹമ്മദ് യൂനിസിനൊക്കെ ചില അജണ്ടകളുണ്ടെന്ന് വ്യക്തമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ ഒരു പ്രസ്താവനയുമായിട്ട് വന്നത്. ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് വർഷങ്ങളായിട്ട് സഹകരിച്ച ചരിത്രമാണുള്ളത്, തന്ത്രപരമായ ബന്ധം വികസിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് അത് തടസ്സമൊന്നുമല്ല. കാരണം ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്കുള്ളത് ചരിത്രപരവും ആഴത്തിലുള്ളതും പ്രധാനപ്പെട്ടതുമായ ബന്ധമാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ട് ആസിയാൻ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ഇക്കാര്യമൊക്കെ പറയുന്നത്. മാത്രമല്ല, ഈ മാർക്കോ റൂബിയോ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഇന്ത്യ അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തുന്നു, ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല, അത് നയതന്ത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇപ്പോൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെയുള്ള ഇന്ത്യയുടെ കൂടുതൽ ദൃഢമായ ബന്ധത്തെ പരോക്ഷമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ചതിൻ്റെ നീണ്ട ചരിത്രം തന്നെയുണ്ട്. എന്ത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടാണെന്ന് ഇയാൾ പലതവണ അവകാശപ്പെട്ടു. അങ്ങനെ അവകാശപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോബൽ സമ്മാനത്തിന് തനിക്ക് യോഗ്യതയുണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഇതിനോട് യോജിച്ചില്ലെന്ന് മാത്രമല്ല, ട്രംപിൻ്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. അതിൻ്റെ ഒരു വിരോധമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പറയുകയാണ്, ഒട്ടേറെ കാര്യങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഞങ്ങളുടെ വിശാലമായ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന സമയങ്ങളിൽ പുതിയ പുതിയ രാജ്യങ്ങളുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും, ട്രേഡ് കാര്യങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ സാധാരണ കാര്യമാണ്. പക്ഷേ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അങ്ങനെ ഇരുന്നാലും ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കില്ല. അപ്പോൾ ഭീകരരെ വളർത്തുന്ന ചില നിലപാടുകളുമായിട്ട് അമേരിക്ക വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇവിടെയാണ് ബംഗ്ലാദേശ് പുതിയൊരു നീക്കം നടത്തിയ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഭൂപടത്തിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുന്നു. പാകിസ്ഥാൻ്റെ പട്ടാളത്തിലെ മേധാവികൾ ഒരാളായ സഹീർ ഷംഷാദ് മിർസയ്ക്ക് ഈ ആർട്ട് ഓഫ് ട്രയംഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയ ഭൂപടം സമ്മാനിക്കുന്നു. അതിനുശേഷം സാക്കിർ നായിക്കിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. അപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ പറയുന്നത് അത്ര മോശപ്പെട്ടൊരു കാര്യമൊന്നുമല്ല. കാരണം തന്ത്രപരമായിട്ട് പ്ലാൻ ചെയ്ത് അവതരിപ്പിക്കുന്ന കാര്യമാണ്. ഇതിന് മറുപടി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിട്ടുണ്ട്. കാരണം ഇന്ത്യ ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കണം, തയ്യാറായിരിക്കണമെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ പടിവാതിക്കലിൽ വന്ന് യുദ്ധം മുട്ടിവിളിച്ചൊരു സംഭവമുണ്ട്. പഹൽഗാം ആക്രമണത്തെയാണ് പരാമർശിച്ചത്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ പാകിസ്ഥാന് നല്ല തിരിച്ചടി നൽകി. നമ്മുടെ തദ്ദേശീയമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനെതിരെ നമ്മൾ ആക്രമണം നടത്തിയത്. ആകാശ്, ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളൊക്കെ. അപ്പോൾ ആഗോളതലത്തിൽ നമ്മുടെ പ്രാദേശിക ഈ പ്രതിരോധ ഉപകരണങ്ങൾക്ക് വലിയ മാർക്കറ്റ് ലഭിച്ചു. അതുകൊണ്ട് ആ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കൂടുതൽ പ്രവർത്തനം. എന്തായാലും യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു. പക്ഷേ വിവിധ മേഖലകളിൽ ഇനിയും ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു വെക്കുന്നു. കൂടാതെ നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് ഏത് സമയത്തും എവിടെ വെച്ച് വേണമെങ്കിലും ഏത് തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകാം. ഇതാണ് നേരത്തെ സൂചിപ്പിച്ച ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന NGOകൾ
ഇപ്പോൾ ഇന്ത്യൻ ബോർഡറിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അത് നമ്മുടെ ഇൻ്റലിജൻസ് വിങ് കണ്ടെത്തി. കൂടാതെ നമ്മുടെ ത്രിപുര, അതുപോലെ തന്നെ മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ വഴി നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റി വിടാനായിട്ട് ബംഗ്ലാദേശ് ശ്രമിക്കുന്നു. പാകിസ്ഥാൻ അതിന് പിന്തുണ നൽകുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് ഭൂപടത്തിനുള്ളിലാക്കിക്കൊണ്ട് ഒരു കലാസൃഷ്ടി ഒഴുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ പ്രകോപനം ഒരുക്കുന്നു, ഒരു യുദ്ധകാഹളം മുഴക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാൻ്റെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ വിരോധവും കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ ചില നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.